ജിൻഡോനൊക്കെ എന്തെങ്കിലും ഒന്ന് വീണിട്ട് അങ്ങ് ഫ്രാക്ചർ കണ്ടായാൽ മതിയായിരുന്നു. പഠിച്ചോനെ അങ്ങനെയൊന്നും പറയരുത് എന്നാ കൂടെ പറയാം. ജിൻഡോൻ്റെതാണ് ഇപ്പൊ ഏറ്റവും വലിയ വിഷയം. വലിയൊരു തെറ്റ് ജിൻഡോന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അയാളുടെ കയ്യിലിരിപ്പ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ ആണ്. അല്ലാതെ നിന്റെയൊക്കെ വീട്ടിലിരിക്കണവന്മാർക്കോ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ എങ്ങനെ പെരുമാറും, അതുപോലെ അല്ല നീയൊക്കെ നാട്ടുകാരെടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റന്റുകളുടെ അടുത്തോ പെരുമാറാൻ. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് തെളിഞ്ഞില്ല അല്ലെ? ഞാൻ പറഞ്ഞുതരാം. ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ ആർമി എന്നും പറഞ്ഞ് നടക്കുന്നത് എല്ലാം ഒന്നുപോലും മിച്ചമില്ലാണ്ട് എല്ലാം അവളെപ്പോലെ ചീഞ്ഞ കേസുകളെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാനൊരു കാര്യം പറയാം. ജാസ്മിൻ ജാഫറിന്റെ ആർമി എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് അഡ്മിനായിട്ടും അല്ലാതെ ആൾക്കാരായിട്ടും ഒക്കെ ഇരിക്കണ മറ്റേ പരിപാടി കാണിക്കുന്ന, അതായത് നല്ല തന്തയ്ക്ക് മീൻസ് നല്ല ഡാഡിക്ക് പിറക്കാത്ത സ്വഭാവം കാണിക്കാൻ നിൽക്കരുത്. മനസ്സിലായി? അങ്ങനത്തെ വർത്തമാനം പറയാൻ നിൽക്കരുത്. ഞാൻ ഓപ്പണായിട്ട് പറയാം, ഇതൊക്കെ ഒരുമാതിരി മറ്റേ പരിപാടിയാണ് നീയൊക്കെ കാണിക്കുന്നത്. മനസ്സിലായി? ഒരാളുടെ ഹെൽത്ത് നശിച്ചുകൊണ്ട് നിനക്കൊക്കെ എന്ത് എന്ത് കപ്പടിച്ചാൽ അല്ലെങ്കിൽ എന്ത് പരിപാടി കാണിക്കാനാണ് നിന്റെ ഉദ്ദേശം? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നീയൊക്കെ ഇതിനെനിക്ക് ഉത്തരം എന്താ? അന്തങ്ങളെ വെറും 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 ഒരു ക്വാളിറ്റി പോലും ഒരു ഞാൻ ഇത്രയും വിമർശിച്ചത് ഏറ്റവും മറ്റേ പരിപാടി രീതിയിലാണ് നിന്നെയൊക്കെ ഇപ്രാവശ്യം ഞാൻ വിമർശിക്കുന്നത്. കാരണം ജിൻഡോയുടെ ഹെൽത്ത് നശിച്ച് ജിൻഡോയ്ക്ക് എന്തെങ്കിലും ഒടിവും ചതവും വന്നുകൊണ്ട് അവൻ നശിച്ച് കാണാൻ വേണ്ടി നീയൊക്കെ എന്ന് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് നിന്റെയൊക്കെ ഈ മറ്റേ പരിപാടികൾ ജനങ്ങൾ കാണാൻ തുടങ്ങി, എക്സ്പോസ് ആവാൻ തുടങ്ങി. എന്നാലും ഈ ഒരു കാര്യം ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിനാണ് ഞാൻ അതിൻ്റെ ഒരു ക്രെഡിറ്റ്സ് ഫുള്ള് കൊടുക്കുന്നത്. അതിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ പറയുന്ന ജാസ്മിന്റെ അന്തം ആർമികളുടെ പേജിൽ നടക്കുന്ന, മീൻസ് വാട്സപ്പ് ഗ്രൂപ്പോ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പോ മീൻസ് ടെലഗ്രാം ഗ്രൂപ്പോ എന്തോ ആണ്. അതിൻ്റെ അകത്ത് നടക്കുന്ന ചർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ജിൻഡോ ഒരു ഒടിവോ ചതവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീനോ ഉണ്ടായി ജിൻഡോ പുറത്താവണം എന്നുള്ളൊരു സാധനമാണ്. മറ്റൊരുത്തനും ഒടിവും ചതവും ഉണ്ടായിട്ട് അവൻ പുറത്തായിട്ട് അതിൽ നിന്ന് നിനക്കൊക്കെ എന്ത് നേടാൻ നിറച്ചുകളെ വെറും വെറും എരപ്പത്തനല്ലടാ ഈ വർത്തമാനത്തിൽ കേൾക്കുന്നത്. ഞാൻ ആ വർത്തമാനം ഒന്ന് കൊടുക്കാം, നിങ്ങൾ കേട്ടു നോക്ക്. അതെന്നുവെച്ചാൽ ഒരു കാരണവശാലും ബൈ മിസ്റ്റേക്ക് പോലും ആയി പോകരുത്. അവരൊന്ന് പിറകോട്ടടിച്ചത് കൊണ്ട് സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ജാസ്മിൻ ഒരു ഇച്ചിരിയും കൂടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർന്നെന്ന് അവർക്ക് അറിയാം. ഇപ്പൊ തന്നെ ഏകദേശം അവർ ഉറപ്പിച്ചു. 5 പേരിലല്ല 3 പേരിൽ ഒരാളായിട്ട് ജാസ്മിൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഉറപ്പാണ് ജിൻഡോനൊക്കെ എന്തെങ്കിലും ഒന്ന് വീണിട്ട് അങ്ങ് ഫ്രാക്ചർ കണ്ടായാൽ മതിയായിരുന്നു. പഠിച്ചോനെ അങ്ങനെയൊന്നും പറയരുത് എന്നാ കൂടെ പറയാം. ജിൻഡോൻ്റെതാണ് ഇപ്പൊ ഏറ്റവും വലിയ വിഷയം. വലിയൊരു തെറ്റ് ജിൻഡോന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലും മതി. കേട്ടല്ലോ, ഇതാണ് ഇവളെ ഈ പറയുന്ന ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന അന്തം ആർമികളുടെ വർത്തമാനം. മനസ്സിലായ? ഞാൻ പണ്ടൊരിക്കൽ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഞാൻ അവിടെ ജാസ്മിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ എന്നെ കിക്കൗട്ട് ചെയ്ത്. അതാണ് നമ്മൾ തുറന്നപ്പോൾ നമ്മളെ കിക്കൗട്ട് ചെയ്ത്. എൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കും ആ കോപ്പില മറ്റവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ. ഇതാണ് സംസാരം. നിങ്ങൾ കേട്ടല്ലോ, ജിൻഡോയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു ഫ്രാക്ചർ ഉണ്ടായാൽ മതി, അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തായാൽ മതി. അതാണ് അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ലെന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലെങ്ങാണ്ട് ഈ പറഞ്ഞവളെ കിട്ടിയ എൻ്റെ സ്വഭാവം നീ കാണാം. നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കും. നീ ആരായാലും നല്ല മോളുകൾ തന്നെ കേട്ടാ. നീയൊക്കെ എവിടെ നിന്നടി കുറ്റിയും പറിച്ചു വന്നാ നീയൊക്കെ? നിനക്കൊക്കെ എങ്ങനെ തോന്നി ഇങ്ങനെ പറയാൻ? ഒരാളുടെ നാശം കണ്ടും കൊണ്ട് നിനക്കൊക്കെ ജയിക്കണം, കപ്പെടുക്കണം അല്ലേ? ഒരാളുടെ നാശം കൊണ്ട്. പ്രേക്ഷകരെ, ഞാൻ ഇത്രയും ദിവസം ഞാൻ പറഞ്ഞില്ല, ദയവ് ചെയ്ത് ഇവർക്ക് വോട്ട് കൊടുക്കരുത്. ഞാൻ ഇപ്പോൾ ഓപ്പണായിട്ട് പറയാണ്, ജിൻഡോയെ സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായി? ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കണം. ഞാൻ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാം. ഇത്രയും ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞില്ല. കാരണം എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഇങ്ങനെയൊക്കെ കാണും. പക്ഷെ ഇവളെ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അർഹതയില്ലാത്ത ഇലക്ഷന് നിന്നിട്ട് പാർട്ടിക്കാരന്മാർ ജയിച്ചു കഴിഞ്ഞാൽ അവന്മാരെ അഴിഞ്ഞാട്ടമായിരിക്കും പിന്നെ കാണുന്നത്. ആ ഒരു സാധനമായിരിക്കും ഇവളെ ജയിച്ചു കാണുന്നത്. ഇതുപോലത്തെ കുറെ വിവരവും ബോധവും ഇല്ലാത്ത, മനുഷ്യത്വവും നല്ല കുണത്തി പറഞ്ഞ സ്വഭാവവും ഇല്ലാത്ത കുറെ എണ്ണം ഇതുപോലെ വാഴപ്പിണ്ടികൾ കാണും. ഇതിൻ്റെയൊക്കെ അഴിഞ്ഞാട്ടങ്ങളായിരിക്കും പിന്നെ കാണുന്നത്. മനസ്സിലായ? ഞാൻ ഒരിക്കലും അങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു. പക്ഷെ മനസ്സിലായല്ലോ ഇപ്പം ഈ ജാസ്മിൻ ജാഫറിന്റെ ആർമിയുടെ ക്വാളിറ്റി എന്ത് ലെവലാണ് ഇവര് മുന്നോട്ട് കൊണ്ടുവരുന്ന ക്വാളിറ്റി എന്ന് മനസ്സിലായല്ലോ. എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് കണ്ടല്ലോ. ജിൻഡോ ഒടിഞ്ഞു വീണാലും കുഴപ്പമില്ല, അവൻ എങ്ങനെ നശിച്ചാലും കുഴപ്പമില്ല. ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ലടാ, വില്ലനിസം. ആ സാധനം കൂടെ നിൽക്കുന്ന തന്ത നശിച്ചാലും കുഴപ്പമില്ല, മറ്റവൻ ജയിച്ചാൽ മതി, സിനിമയിൽ കാണണമല്ലോ. ആ സാധനമാണ് ഇവിടെ ഇറക്കുന്നത്. മറ്റവൻ തീർന്നാലും കുഴപ്പമില്ല, കപ്പ് ജാസ്മിനാണ്. ആ മെന്റാലിറ്റി തരാം.
എല്ലാവർക്കും എല്ലാം തരാം. നല്ല ചർച്ചകളാണ് ഗ്രൂപ്പിൻ്റെ അകത്ത് നടക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുക? ഇതുപോലെ ഒരെണ്ണം അന്ന് ഗ്രൂപ്പിൻ്റെ അകത്ത് സംസാരിച്ചപ്പോൾ ഞാൻ കയറി അങ്ങ് വ്യാശ പറഞ്ഞു. ഞാൻ ജാസ്മിൻ ഇഷ്ടമുള്ള റിലേഷനിൽ കയറി പിടിച്ചോളും, അതിനിപ്പോൾ കുഴപ്പമൊന്നും ഓരോ റിലേഷൻ മാറി മാറി പിടിക്കുന്ന അവളുടെ മറ്റതല്ലേ എന്നും കൊണ്ട് അന്ന് ഗ്രൂപ്പിൽ കയറി. ഒരു ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായ ഗ്രൂപ്പിൻ്റെ പേര് പറഞ്ഞേ, ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോൾ ഞാൻ വേഷ വിട്ടുകൊടുത്ത്. ഞാൻ പറഞ്ഞു നീ നിന്റെ മറ്റേ കെട്ടിയവൻ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുന്നു? അപ്പോൾ അത് വിഷയമില്ലെന്ന് അങ്ങനെ ചോദിച്ചു. അങ്ങനെ മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഞാൻ വേഷ സംസാരിച്ച് എന്നെ തൂക്കി എറിഞ്ഞു. ഇതാണ് അവിടെ സംഭവിച്ചത്. അത് അല്ലെങ്കിൽ അങ്ങനെയാണ്. പിന്നെ നമ്മൾ അഡ്മിനല്ലല്ലോ, അവിടെ നമ്മൾ വോയിസ് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മളെ തൂക്കി എറിഞ്ഞു. ഇത്ര സംഭവിച്ചോളൂ. പിന്നെ ഈ മറ്റേ പരിപാടി വർത്തമാനം പറഞ്ഞില്ലേ, ഇവളെ ഏവളായാലും ഇവളെ സത്യം പറഞ്ഞ ഇവളെ നല്ല നോക്കി രണ്ട് പൊട്ടിക്കേണ്ടത് തന്നെയാണ്. ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, 1% പോലും ഞാൻ ഇല്ലെന്ന് പറയത്തില്ല. അമ്മാതിരി മറ്റേ വർത്തമാനമാണ് ഇവള് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ തോന്നി ജിൻഡോയുടെ നാശം കണ്ടിട്ട് ഇവക്ക് മറ്റവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോയി? ഇങ്ങനെയാണോ? ഒരു ഗെയിമാകുമ്പോൾ നമുക്ക് വാശിയുണ്ടാവും. നമ്മൾ എന്തിനും ഇലക്ഷൻ എന്നാൽ പോലും നമുക്ക് വാശിയുണ്ടാവണം. നമ്മുടെ ആൾ ജയിക്കണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ, കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ പറയാം, നല്ല നല്ല സൈഡുകൾ ഇല്ല എങ്കിലും എവിടെന്നെങ്കിലും കണ്ടുപിടിച്ച് പറയാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാണ്ട് മറ്റൊരുത്തൻ്റെ നാശം കണ്ടിട്ട് നീയൊക്കെ നിന്റെയൊക്കെ ആളെ ജയിപ്പിക്കാൻ നിൽക്കുന്നില്ല. ഇതൊരുമാ മറ്റേടുത്ത പരിപാടിയാണ്. നല്ല ഡാഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വർത്തമാനം പറയത്തില്ല, മനസ്സിലായ? ഇതൊരുമാതിരി മറ്റേടുത്ത വർത്തമാനമായിപ്പോയി. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, ഒരിക്കലും ഒരു തരത്തിലും ഇതൊരുമാതിരി എന്തോ എനിക്കൊരു വൈരാഗ്യ ബുദ്ധി, എനിക്ക് അതൊക്കെയാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെ ആകരുത്, ആ ഒരു മെസ്സേജാണ് എനിക്ക് ഈ ഒരു ഗ്രൂപ്പിലെ ചർച്ചയിൽ നിന്ന് എനിക്ക് പിടികിട്ടിയത്. ഈ ഒരു ഒറ്റ വോയിസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് തികഞ്ഞു കേട്ടാ. ഒറ്റ വോയിസ് കേട്ടപ്പോൾ എനിക്ക് തികഞ്ഞു. ഇത്രയും വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള ആൾക്കാരായിപ്പോയല്ലോ എന്ന് ഞാൻ ആലോചിക്കുക. ഒരു ഗെയിം ഷോ, അതിൽ ഒരു വിജയം, ഒരു ജാസ്മിൻ എന്ന് പറയുന്ന ഒരു തരത്തിലും ഒരു ക്വാളിറ്റിയിലും ഒരു തരത്തിലും ഒന്നിലും എടുത്ത് പറയത്തക്ക നല്ലൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ്. ആ കണ്ടസ്റ്റന്റ് ജയിക്കാൻ വേണ്ടിയിട്ട് കൂടെയുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് നശിച്ചാലും കുഴപ്പമില്ല, ഫ്രാക്ചർ പറ്റിയാലും കുഴപ്പമില്ല, അങ്ങനെ പറയുന്ന ആൾക്കാരെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദിസ് ഈസ് ഒരു റിയാലിറ്റി ഷോ, ഒരു ഗെയിം ഷോ, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇമാതിരി പരിപാടി, ഇമാതിരി വർത്തമാനം പറയുന്ന ഇങ്ങനത്തെ വൃത്തികെട്ട മെന്റാലിറ്റിയുള്ള ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആൾക്കാരായിപ്പോയില്ലെന്ന് ആലോചിക്കുമ്പോൾ വെറും പുച്ഛം തോന്നാണ്, വെറും പുച്ഛം. ഇതാണ് ജാസ്മിൻ ആർമിയുടെ ക്വാളിറ്റി. ജനങ്ങൾ കാണും. നിങ്ങൾ വേണം, പ്രേക്ഷകരായ നിങ്ങൾ വേണം ഇതിന് താഴെ എനിക്ക് കമന്റ് തരാൻ. നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന്. ഇതുപോലത്തെ മറ്റേ പരിപാടികളാണ് ഓരോന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ജനങ്ങളെ നിങ്ങൾ പറയണം, നിങ്ങൾ ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഇത് കാണിക്കരുത്. ഇവളുടെ ആർമിയുടെ തനി ഗുണമാണ് ഇത്. ഒരു മെസ്സേജിൽ മാത്രമല്ല, അൻസിബയെ നശിപ്പിക്കണം എന്നുള്ള രാവിലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അൻസിബയെ നശിക്കണം. ഇതൊക്കെ എന്ത് ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണോ, എന്ത് ക്വാളിറ്റി ഇല്ലാത്ത. മറ്റൊരുത്തൻ്റെ നാശം കൊണ്ട് എനിക്ക് വിജയിക്കണം, അല്ലെങ്കിൽ എൻ്റെ ആൾ വിജയിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സൊസൈറ്റിയിൽ ഇത് വളരെ ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന രീതിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക, ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു. ബൈ.